ഭാരതിക്ക് നിന്ന് തിരിയാൻ പോലും നേരമില്ല. അത്രയ്ക്കും തിരക്കാണ്. ചായ കച്ചവടമാണ് ഭാരതിക്ക്. ഇയാൾക്ക് 35 വയസ്സേ ഉള്ളൂ. ഭാര്യയും മക്കളെയൊക്കെ നാട്ടിലിട്ടിട്ട് ഇങ്ങ് ചെന്നൈയിൽ വന്ന് ചായത്തട്ട് നടത്തുകയാണ്. ഈ ചായത്തട്ടിലാണെങ്കിൽ സഹായത്തിന് പോലും ആരും നിർത്തിയിട്ടില്ല. എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോഴാണ് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറിയിരിക്കുന്നത്. വരുന്നവരും പോന്നവരും എല്ലാം ചായ കുടിക്കാൻ ഈ ഭാരതിയുടെ ചായത്തട്ടിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തകൃതിയായിട്ടുള്ള കച്ചവടം നടക്കുകയാണ്. ഭാരതിക്ക് ഈ ഉത്സവ സമയത്താണ് ചാകര. അയാൾ ഈ ഉത്സവമൊക്കെ കഴിഞ്ഞ് നാട് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞു. കൈ നിറച്ച് പൈസയും കിട്ടി. ഭാരതി ഭാര്യ ദിവ്യയ്ക്കും മക്കൾക്കുമൊക്കെ കൈ നിറച്ച് സമ്മാനങ്ങളും പലഹാരങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടി ചെന്നൈയിൽ നിന്നും ട്രെയിൻ കയറുകയാണ്. വരുന്ന വിവരമാണെങ്കിൽ ഭാര്യയോടും പിള്ളേരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഈ സമ്മാനങ്ങളൊക്കെ ആയിട്ട് നേരിട്ട് ചെന്ന് അവരെ ഞെട്ടിക്കാനാണ് പ്ലാൻ. ഭാരതി ഉച്ചയോടെ നാടെത്തി. നാട്ടിലാണെങ്കിൽ വന്നിറങ്ങിയതും പെരുമഴയാണ്. നനഞ്ഞു കുളിച്ച് അയാൾ വീടെത്തിയപ്പോഴാണ് ഒരു 5 മിനിറ്റിനുള്ളിൽ ആ വീട്ടിനകത്ത് ഒരു കാഴ്ച കാണുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇടിവെട്ട് പോലെ മറ്റൊരു കാഴ്ചയും. എന്താണ് ഭാരതിക്ക് അവിടെ കാണേണ്ടി വന്ന ആ ഇടിവെട്ട് കാഴ്ച? പിന്നീട് അയാളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഹൈപ്പും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ദിവ്യയും ഭാരതിയും പെരുമ്പാവൂരിലാണ് താമസിക്കുന്നത്. 2 കുട്ടികളുണ്ട്. അവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുകയാണ്. ഭാരതിയുടെ ഒരാളുടെ വരുമാനമാണ് ആ വീടിൻ്റെ നിലനിൽപ്പെന്ന് തന്നെ പറയാം. ദിവ്യയാണെങ്കിൽ പിള്ളേരുടെ കാര്യവും വീട്ടുകാര്യവും ഒക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിപ്പാണ്. നാട്ടിൽ തന്നെ ഒരു ചായത്തട്ട് വച്ചാണ് ഭാരതി കച്ചവടമൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ വലിയ കച്ചവടമൊന്നും ഇവിടെ ഇല്ല. തട്ടിയും മുട്ടിയും ജീവിച്ചു പോകാനുള്ളത് കിട്ടും, അത്ര തന്നെ. അപ്പോഴാണ് അയാൾക്ക് തമിഴ്നാട്ടിൽ തന്നെ കച്ചവടം ചെയ്താലോ എന്നൊരു ചിന്ത തോന്നുന്നത്. കാരണം ദിവ്യയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഭാരതി തമിഴ്നാട്ടിൽ ഒരു ചായക്കടയിലാണ് ജോലി ചെയ്തിരുന്നത്. കല്യാണത്തോടെ അവിടുത്തെ ജോലിയൊക്കെ മതിയാക്കിയതാണ്. വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകാനാണ് ഇയാളുടെ തീരുമാനം. അയാൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെന്നൈയിൽ നിന്നും ഇങ്ങ് ഭാര്യയും മക്കളെയും കാണാൻ നാട്ടിൽ വരും. അങ്ങനെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഇയാൾ ചെന്നൈയിൽ ചായ അടിക്കുമ്പോൾ ദിവ്യ വീട്ടിലിരുന്ന് ബോറടിക്കുകയായിരുന്നു. എന്തേലും ജോലിക്ക് പോയാലോ എന്നൊക്കെ അവൾ ചിന്തിച്ചെങ്കിലും ഭാര്യയെ ജോലിക്ക് വിട്ട് കഷ്ടപ്പെടുത്താനൊന്നും ഭാരതിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അയാൾ അതൊന്നും വേണ്ട എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ ദിവ്യ വീട്ടിൽ തന്നെ ഇരിപ്പായി. ഇതിനിടയ്ക്ക് എങ്ങനെയാണെന്നറിയില്ല, ദിവ്യ സതീശൻ എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് അങ്ങോട്ട് അടുപ്പമാവുകയാണ്. സതീശനാണ് ഇപ്പോൾ ദിവ്യയ്ക്ക് എല്ലാം. പിള്ളേർ 2 സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നേരെ സതീശൻ ആ വീട്ടിലോട്ട് കയറും. പിന്നെ ഇവരുടെ ലോകമാണ് അവിടെ. ഇതിനിടയ്ക്ക് എങ്ങാനും ഭാരതി ഫോൺ വിളിക്കുകയോ മറ്റോ ചെയ്താൽ ദിവ്യ എന്തേലുമൊക്കെ പറഞ്ഞ് ആ ശല്യവും, അതായത് ആ ഫോൺ സംഭാഷണം അയാളുമായിട്ടുള്ളത് പെട്ടെന്നങ്ങ് തീർക്കും. ചെന്നൈയിലെ ചായത്തട്ടിലിപ്പോൾ നല്ല കച്ചവടമാണ് നടക്കുന്നത്. അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവം കൂടി കൊടിയേറിയിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല തിരക്കും കൂടി. കിട്ടിയ പൈസയിൽ ഭാര്യയ്ക്കും മക്കൾക്കും തുണികളും പലഹാരങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടി അയാൾ സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിച്ചു. ഈ വരുന്ന വിവരം ഒന്നും ഇയാൾ ഭാര്യയെ വിളിച്ചറിയിച്ചതുമില്ല. സർപ്രൈസായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. കാരണം മാസത്തിൽ ഒരിക്കലേ ഭാരതി വീട്ടിൽ വന്നിരുന്നുള്ളൂ. ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഈ ചായത്തട്ടിലെ തിരക്ക് കാരണമാണ് അയാൾ ഇപ്പോൾ 2 മാസം കൂടി നാട്ടിലെത്തുന്നത്. വീട്ടിൽ വന്ന സമയം നല്ല മഴ, അതും ഒരു ഉച്ചയ്ക്കാണ്. അയാൾ വന്ന് നോക്കുമ്പോൾ ചവിട്ടുപടിയിൽ 2 സ്ലിപ്പർ എരിപ്പ് കിടക്കുന്നു. ഇതേത് സ്ലിപ്പർ? ഭാരതിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അയാൾ ആകെ ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണ്. നേരെ വീട്ടിനകത്തോട്ട് കയറിയപ്പോൾ അയാൾ കാണുന്നത് സ്വന്തം ബെഡ്റൂമിലെ കട്ടിലിൽ കിടക്കുന്ന സതീശൻ എന്ന ഒരാളെയാണ്. ഭാരതിയുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതായത് ഇത് ഏവം കിടക്കുന്നു എന്നാണ് അയാളെ പെട്ടെന്നുണ്ടായ ഒരു അങ്കലാപ്പ്. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തറയിൽ അങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഇയാളിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അതും ഏതോ ഒരുത്തൻ തൻ്റെ കട്ടിലിൽ കിടക്കുന്നതാണ് അയാൾ കാണുന്നത്. അയാൾ അലറിക്കൊണ്ട് ആ മുറിക്കകത്തോട്ട് തള്ളി കയറിയതും കാണുന്നത് സതീശനൊപ്പം ആ മുറിയിൽ നിൽക്കുന്ന ദിവ്യയാണ്. ദിവ്യയ്ക്ക് ഇത് പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു ഈ ഭാരതിയുടേത്. അലറിക്കൊണ്ട് നിൽക്കുന്ന ഭാരതിയെ കണ്ടതും സതീശൻ ഒരു കൂസലുമില്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നെ ഒന്നും പറയണ്ട, ഭാരതി കലി മുഴുവൻ അവളുടെ ദേഹത്തങ്ങ് തീർത്തു. അടിയും തൊഴിയും ഒക്കെ ആയി. ഈ അടിയുടെ ഇടയിൽ ദിവ്യ പറയുന്നുണ്ട്, എനിക്കൊരബദ്ധം പറ്റിയതാണ് എന്നും.
ഭാര്യയെ മർദ്ദിച്ച് അവശനായിട്ട് ഭാരതി ഇങ്ങനെ ഹാളിൽ ഇരിക്കുകയാണ്. അകത്ത മുറി കിടന്ന് ദിവ്യ കരച്ചിലോട് കരച്ചിലുമാണ്. ദേഷ്യമൊക്കെ ഒന്ന് ആറി തണുത്തപ്പോൾ ഭാരതി ഇരുന്ന് ചിന്തിച്ചു, ഞാനും തെറ്റുകാരനല്ലേ? ഞാനിങ്ങനെ ഭാര്യയും പിള്ളേരെയൊക്കെ ഇവിടെ ഇട്ടിട്ട് ചെന്നൈ പോയി കിടക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്? അയാൾ നേരെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവളെ ആദ്യം ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, നിനക്ക് പറ്റിയതൊക്കെ പറ്റി, ഇനി നീ ഇതൊന്നും ആവർത്തിക്കല്ല്. ഞാനും തെറ്റുകാരനാണ്. ഇനി ഞാൻ നിന്നെ ഇട്ടിട്ട് എങ്ങോട്ടും പോവില്ല. നമുക്ക് ഇവിടെ തന്നെ പണ്ടത്തെ പോലെ ചായത്തട്ടൊക്കെ വെച്ച് ജീവിക്കാം. ദിവ്യയും അയാളോട് ചെയ്തതിനൊക്കെ കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ്. ഭാരതിക്ക് ഒരുവിധ സമാധാനമായി. ഭാര്യ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് വന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുകയാണ്. ഇനി ഞാൻ പോയി എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വരാം. ദിവ്യയോട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അയാൾ പിറ്റേന്ന് തന്നെ ചെന്നൈക്ക് പോവുകയാണ്. ഭർത്താവ് ട്രെയിന് കയറിയതും അവൾ കാമുകനായ സതീശനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നല്ല ആളാണ്. നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തു. അയാളുടെ കയ്യിലിരിക്കുന്ന അടിയും തൊഴിയും മുഴുവൻ ഞാൻ കൊള്ളുകയും ചെയ്തു. എന്നെ അയാൾ അടിച്ചൊരു പരുവമാക്കി. സതീശൻ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ ഭർത്താവ് വന്ന് ഞാൻ അവിടെ നിൽക്കണു. ദിവ്യ പറഞ്ഞു, നിങ്ങളോട് ഇങ്ങനെ ഇരിക്കാനല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. അയാൾ ചെന്നൈയിൽ പോയിട്ട് അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. പിന്നെ അയാൾ നാട്ടിൽ തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ആലോചിച്ച് ചെയ്തോ എന്നും പറഞ്ഞ് ദിവ്യ ഫോണും അങ്ങ് കട്ട് ചെയ്തു. സതീശനാണെങ്കിൽ കാര്യങ്ങളുടെ ഗൗരവമൊക്കെ ഏതാണ്ടപ്പോൾ പിടികിട്ടി. ഭാരതി നാട്ടിൽ നിന്നാൽ പിന്നെ ദിവ്യയെ കണ്ണിൽ പോലും കാണാൻ കിട്ടില്ല. ഇത് മനസ്സിലാക്കി അയാൾ നേരെ ദിവ്യയുടെ വീട്ടിലേക്ക് ഓടി. രണ്ടുപേരും കൂടി ഒറ്റയ്ക്കും ഒരുമിച്ചും ഒക്കെ ഇരുന്ന് പല പല പ്ലാനുകൾ ഇങ്ങനെ മെനയുകയാണ്. ഒടുവിൽ അവരുഗ്രൻ ഒരു പ്ലാനിൽ വന്നെത്തി. ഭാരതി എന്ന ശല്യത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുക. രണ്ടുപേരും കൈയൊടുത്തു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഭാരതിയെ കാണാനില്ല, സഹോദരനെ കാണാനില്ല എന്നും പറഞ്ഞ് ഭാരതിയുടെ സഹോദരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ചെന്നൈയിൽ ചായക്കച്ചവടം നടത്തുകയായിരുന്നു ഞങ്ങളുടെ സഹോദരൻ. ഇപ്പോൾ അവനെപ്പറ്റി ഒരു അറിവും ഇല്ല. പോലീസ് ഈ അന്വേഷണവുമായിട്ട് ഭാരതിയുടെ വീട്ടിലെത്തി. ദിവ്യയോട് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ ചെന്നൈയിൽ ജോലിക്ക് പോയതാണ്, പിന്നെ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ എന്നാണ് അവൾ പറഞ്ഞത്. ഇതിൽ പോലീസ് ശ്രദ്ധിച്ച ഒരു കാര്യം, സാധാരണ ഭർത്താവിനെ കാണാതായാൽ ഭാര്യയാണ് സ്റ്റേഷനിൽ ആദ്യം പരാതിയുമായി ഓടി വരുന്നത്. ഇവിടെ തിരിച്ചാണ്. ഇവിടെ ഭാര്യ ഈ നിമിഷം വരെ പരാതിയുമായിട്ട് എത്തിയിട്ടില്ല. മാത്രമല്ല അങ്ങനെ ഒരു വലിയ ആദിയും വിഷമോ ഒന്നും ഈ ഭാര്യയുടെ മുഖത്തും പെരുമാറ്റത്തിലും ഇല്ലതാനും. പോലീസ് നേരെ ചെന്നൈയിലെത്തി. അവിടെ അന്വേഷിച്ചപ്പോൾ ഭാരതി അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞത്, തട്ട് മതിയാക്കി ഇനി നാട്ടിലോട്ട് തന്നെ തട്ട് നടത്താൻ പോവുകയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞ് ഇവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം വാരിക്കെട്ടി അയാൾ പോയതാണെന്നാണ്. മാത്രവുമല്ല നാട്ടിൽ നിന്നും ഒരു വിവരം കൂടി ആ സമയം പോലീസിന് കിട്ടുകയാണ്. ഭാരതി നാട്ടിലെത്തിയിരുന്നു. അയാളെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്നതും വീട്ടിലോട്ട് പോകുന്നതും ഒക്കെ കണ്ട ആൾക്കാരും ദൃക്സാക്ഷികളും എല്ലാവരും ഉണ്ടെന്നും. സ്വാഭാവികമായിട്ടും ഭാര്യ ദിവ്യയിലോട്ട് തന്നെ പോലീസിന് സംശയം തോന്നി. കാരണം ദിവ്യ പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലെന്നാണ്. പോലീസ് ദിവ്യയുടെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് സംശയങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന തെളിവുകൾ അതിൻ്റെ അകത്തു നിന്നും കിട്ടുന്നത്. ഈ സതീശനുമായിട്ടുള്ള ചാറ്റുകളും മെസ്സേജുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് ഫോണിൽ. ഇതോടെ വീടിനകം പരിശോധിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു കയറുകയാണ്. അപ്പോഴാണ് കട്ടിലിനടിയിൽ നിന്നും ഒരു പീസ് കല്ല് കിട്ടുന്നത്. അതിൽ രക്തത്തിൻ്റെ കറയും ഉണ്ട്. എങ്ങനെയൊക്കെ ദിവ്യയെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അവൾ ഒന്നും അറിയില്ല എന്ന മൊഴിയിൽ തന്നെ നിന്നു. ഇതോടെ അവരുടെ കാമുകൻ സതീശനെയും പോലീസ് തൂക്കി. രണ്ടുപേരും ഈ ഒരൊറ്റ ഉറപ്പ് മൊഴിയിൽ നിൽക്കുകയാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല. പോലീസ് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു, ഭാരതി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ബോഡി ആദ്യം കണ്ടുപിടിക്കണം. അതിനായി ഊർജിതമായ തിരച്ചിൽ നടത്തിയിട്ടും ഭാരതിയുടെ ബോഡി എങ്ങും കിട്ടിയില്ല. ആകെ വലഞ്ഞിങ്ങനെ പോലീസ് തലവേദനയായിട്ട് ഇരിക്കുമ്പോഴാണ് ഒരാൾ പോലീസിനെ വിളിച്ച് ഇങ്ങനെ പറയുന്നത്, സാർ, ഞാനൊരു സംശയം പറയാനാണ് വിളിച്ചത്. ഞാനൊരു ഓട്ടോക്കാരനാണ്. എനിക്ക് ഈ ഭാരതിയുടെ ഭാര്യയെ നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, സഹോദരനാണെന്നും പറഞ്ഞ് ഒരാളെയും കൊണ്ട് ഇവള് എൻ്റെ ഓട്ടോയിൽ ഒരു വെയിറ്റുള്ള ചാക്കും കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കയറിയിരുന്നു. വീട്ടിൽ പൂജയൊക്കെ കഴിഞ്ഞ് മിച്ചം വന്ന സാധനങ്ങളാണ് കൊണ്ട് കളയാൻ കയറിയതെന്നാണ് പറഞ്ഞത്. ആ സാധനങ്ങൾ ഈ റോഡ് പണി നടക്കുന്ന സ്ഥലത്തോട്ട് ഇവർ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അത്രയേ എനിക്കറിയാവൂ. പോലീസ് ആ സ്ഥലത്തെത്തി.
അവിടെ ഈ റോഡ് പണിക്ക് നിൽക്കുന്നവരോടൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ തിരക്കുകയാണ്, ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് സംശയാസ്പദമായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, ആരെങ്കിലും വന്നോ, അതങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അതിനിടയിലാണ് ഒരാൾ പറഞ്ഞത്, സാർ അവർ പൂജാ സാധനങ്ങൾ കളയാനാണ് വന്നത്, ഇത് ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ അവിടുത്തെ കുഴിക്കകത്തോട്ട് ഒന്ന് കളഞ്ഞിക്കോ, ഒരു 500 രൂപ എനിക്ക് തരാമെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. 500 രൂപ കിട്ടുന്നതുകൊണ്ട് ഞാനത് വാങ്ങി ആ കുഴിയിലിട്ട് മൂടുകയും ചെയ്തു. അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് പോലീസ് മാന്തുകയാണ്. അപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ അഴുകിയ ഒരു ശരീരം പോലീസിന് കിട്ടുന്നത്. അത് ഭാരതിയുടേതായിരുന്നു. പിന്നീട് ദിവ്യയും സതീശനും ഞങ്ങളാണ് കൊന്നതെന്ന് കുറ്റമേറ്റു പറഞ്ഞു. കാരണം ബോഡി കിട്ടിയല്ലോ. അന്ന് ഭാരതിക്ക് സംഭവിച്ചത് ഇതാണ്. ഭാരതി ചെന്നൈയിൽ നിന്നും വരുന്ന ദിവസം ഇവർ അയാളെ തട്ടാനുള്ള തയ്യാറെടുപ്പോടെ ഇരിക്കുകയാണ്. ഭാരതി എത്താറായോ എന്ന് ഭാര്യ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അയാൾ ഭാര്യ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്ന സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ വീടെത്തി. ഈ സമയം കുട്ടികൾ വീട്ടിലില്ല. അകത്ത മുറിയിൽ പതുങ്ങിയിരിക്കുകയാണ്, അതായത് ഇവരുടെ ബെഡ്റൂമിൽ പതുങ്ങിയിരിക്കുകയാണ് ഈ സതീശൻ. വീട്ടിനകത്തോട്ട് കയറിയ അയാളെ ഒന്ന് ഇരിക്കാൻ പോലും സമ്മതിക്കാതെ ദിവ്യ ഓരോന്നും പറഞ്ഞ് ഈ ബെഡ്റൂമിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അയാൾ മുറിക്കകത്ത് കയറിയതും ആ മുറിയുടെ വാതിലിൻ്റെ പിന്നിൽ പതുങ്ങിയിരുന്ന സതീശൻ ഒരു ഭാരമുള്ള സിമൻറ്റ് കല്ലുകൊണ്ട് അയാളുടെ തലയുടെ പിന്നിൽ ഒരൊറ്റ ആഞ്ഞടിയാണ്. ആ അടിയോടെ ഭാരതി തറയിൽ വീണു. തലയിൽ നിന്നും ആ മുറിഞ്ഞ് കുറച്ച് ചോരയെ പുറത്തു വന്നുള്ളൂ. അപ്പോൾ തന്നെ മരിച്ചു കാണില്ല എന്ന് ഇവർക്ക് തോന്നി. ഇവർ പിന്നെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കഴുത്തിൽ കയറിട്ട് 2 പേരും ചേർന്ന് വലിച്ചു മുറുക്കുകയാണ്. ഒടുവിൽ മരണം ഏതാണ്ട് ഉറപ്പായതോടെ ഇവർ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഈ ബോഡിയെ തള്ളിക്കയറ്റി. ഈ സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് വച്ചിട്ടാണ് ഇവരവിടെ ഇരുന്നത്. ഈ ബോഡിയെ അതിൻ്റെ അകത്തേക്ക് കയറ്റി എല്ലാം കെട്ടി പൊതിഞ്ഞെടുത്തിട്ട് ദിവ്യയ്ക്ക് പരിചയമുള്ള ഈ ഓട്ടോക്കാരൻ്റെ ഓട്ടോയും പിടിച്ച് സതീശനും ദിവ്യയും കൂടി രാത്രി 7 മണിയോടെ ഈ കവറിൽ കെട്ടിയ ബോഡിയുമായിട്ട് പൂജാ സാധനങ്ങൾ കളയാനെന്നും പറഞ്ഞ് ഇതിലോട്ട് കയറുകയാണ്. അപ്പോഴും അയാൾ ചോദിക്കുന്നുണ്ട് ഭാരതി എവിടെയെന്ന്. അദ്ദേഹം ചെന്നൈയിലാണ്, ഇതിപ്പോൾ ഞങ്ങളുടെ കുടുംബ പൂജ നടന്നതിൻ്റെ മിച്ച സാധനങ്ങളാണ്, ഇതെൻ്റെ സഹോദരനാണ് എന്നൊക്കെ. പിന്നീടാണ് ഈ റോഡ് നിർമ്മാണ തൊഴിലാളിക്ക് ഇവർ 500 രൂപ കൊടുത്തിട്ട് ഇത് ആ കുഴിയിലിട്ട് മൂടുന്നത്. സതീശനും ദിവ്യയും കരുതിയത് റോഡ് പണി നടക്കുന്നതിനിടയിൽ ഈ കുഴിക്കകത്ത് പിന്നെ ഇതങ്ങ് ടാറിട്ട് മൂടുമ്പോൾ ഇത് എന്നേക്കുമായി മൺമറഞ്ഞു പോകുമെന്നാണ്. പക്ഷേ അവിടെയാണ് ഇവർക്ക് തെറ്റുപറ്റിയത്. വ്യക്തമായ തെളിവുകളോടെ പോലീസ് ഇവരെ 2നും തട്ടി അകത്താക്കി. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.